നമ്മൾ ഏതെങ്കിലും റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ റോഡിൽ കുഴിയും തകർന്ന് കിടക്കുന്ന റോഡ് കണ്ടാൽ എന്താ ചെയ്യാറ്? സാധാരണ ഒന്നും ചെയ്യാറില്ലല്ലേ. നമ്മൾ മനസ്സിൽ രണ്ട് തെറിയും പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷേ അതൊരു PWD റോഡാണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഉടനെ രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ട്രാക്ക് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. PWD4U എന്ന് പറയുന്ന PWD ഡിപ്പാർട്ട്മെൻ്റ് ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് PWD4U എന്ന് പറയുന്ന ആപ്പ് എടുക്കാം. ഈ ആപ്പിൽ എല്ലാ റോഡുകളും കവർ ചെയ്യുന്നില്ല, എന്നാൽ കേരള PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള റോഡുകളെല്ലാം ഇതിൽ കാണിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ലോഡായി വരട്ടെ. ഇത് നമ്മുടെ നാട്ടിലുള്ള PWD റോഡുകളെല്ലാമാണ് ഈ നീല നിറത്തിൽ കാണിക്കുന്നത്. PWD റോഡ്സ് അണ്ടർ DLP ആണ് ഓറഞ്ച് കളറിൽ കാണിക്കുന്നത്. DLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, അതായത് ഇത്ര വർഷത്തേക്ക് മെയിൻ്റനൻസ് കോൺട്രാക്റ്റും കൂടെ ഉണ്ടായിരിക്കും. അതാണ് DLP റോഡുകൾ. ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു PWD റോഡാണ്. എൻ്റെ പഞ്ചായത്ത് ആങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ, തൃശ്ശൂർ ജില്ലയിലെ ആങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ PWD റോഡാണ്. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് എന്ന് പറയും. ആ ഒരു PWD റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൽ നമുക്ക് റോഡിൻ്റെ കംപ്ലയിൻറ്റുകൾ, ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റോഡ് അത്യാവശ്യം നല്ല കുഴികളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുക. ഇപ്പോൾ മഴക്കാലം കൂടിയായപ്പോൾ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഞാൻ ക്ലിക്ക് ചെയ്തു, റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. റോഡിൻ്റെ സംഭവങ്ങളെല്ലാം വന്നു കേട്ടോ. റോഡിൻ്റെ സെക്ഷൻ ലാബിൽ ഡിജിറ്റൈസ്ഡ് സെക്ഷൻ, ലെങ്ത്ത്, കാര്യങ്ങളൊക്കെ, റോഡ് നെയിം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് സിംഗിൾ ലൈൻ PWD, റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ എടുത്തു. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. അതിനകത്ത് അപ്ലോഡ് ഇമേജസ്, 3 ഇമേജസ് അപ്ലോഡ് ചെയ്യാം, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെന്തായാലും ഇമേജസ് അപ്ലോഡ് ചെയ്യാണ്. ക്യാമറ എടുത്ത് എലോ കൊടുത്തു. ഒരു വീഡിയോ, ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഇമേജ് നമുക്ക് കൊടുക്കാം. അതും ക്യാമറയിൽ തന്നെ കൊടുക്കാം. അതും കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ ഇമേജ് ക്യാമറയിൽ തന്നെ കൊടുക്കുകയാണ്. കൊടുത്തിട്ടുണ്ട്. ഇനി വീഡിയോ വേണമെങ്കിൽ കൊടുക്കാം. അതും ക്യാമറ തന്നെ എടുക്കാം നമുക്ക്. മുപ്പത് സെക്കൻഡ് വീഡിയോ ആണ് മാക്സിമം പറ്റുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയും കിട്ടിയിട്ടുണ്ട്. റോഡ്, ബ്രിഡ്ജ്, ഡ്രെയിൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത്. ഇപ്പോൾ റോഡിൻ്റെയാണ് കംപ്ലയിൻറ്റ്. സെലക്ട് ആൻ ഇഷ്യൂ. പോത്തോൾ, ക്രാക്സ്, എഡ്ജ് ബ്രേക്ക്, വാട്ടർ ലോഗിങ്, ഡാമേജ്ഡ് റോഡ്. നമുക്ക് ഡാമേജ്ഡ് റോഡ് കൊടുക്കാം. വെരി ഡിഫിക്കൽട്ട് ടു ട്രാവൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് സബ്മിറ്റ് കൊടുക്കാം കേട്ടോ. വാണിംഗ്, എനി അൺലോഫുൾ ഒഫൻസീവ് വൾഗർ കണ്ടൻറ്റ് ഷാൾ ബി ലയബിൾ ഫോർ പണിഷ്മെൻറ്റ്. അതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. എല്ലാം നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അപ്ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇഷ്യൂ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് ID 42440, അസറ്റ് ഓണർ PWD, ഡേറ്റ്, സമയം ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇഷ്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഇഷ്യൂസ് ഇവിടെ കാണാൻ പറ്റും. അത് വ്യൂ മോർ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, റൈസ് ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇഷ്യൂ, ഇതിൻ്റെ സ്റ്റാറ്റസും നമുക്കിതിൽ അറിയാൻ പറ്റും. വർക്ക് പ്രോഗ്രസ്, ക്ലോസ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു റോഡ്, ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് എന്ന് പറയുന്ന ഈ ഒരു റോഡിൻ്റെ കംപ്ലയിൻറ്റ് PWD4U ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം. ഓരോ ദിവസവും ട്രാക്ക് ചെയ്ത് നോക്കാം എന്നാണ് അപ്ഡേറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാം. ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ നിങ്ങളെ അറിയിക്കാം. ഇനി ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കും. അപ്പോൾ
നമ്മുടെ PWD ഫോർ യു ആപ്പിൽ റോഡിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് കോൾ വന്നു. അത് തികച്ചും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. വലപ്പാട് ഡിവിഷനിൽ നിന്നാണ് വിളിച്ചത്, PWDയുടെ വലപ്പാട് ഡിവിഷനിൽ നിന്നാണ് വിളിച്ചത്. എൻജിനീയറാണ് വിളിച്ചത്. അവിടെ നിന്ന് വിളിച്ചിട്ട് റോഡ് എവിടെയാണ് സ്ഥലം എന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ചു. അതിനുശേഷം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയിരങ്കണ്ണി മുതൽ ചേറ്റുവ വരെയുള്ള ഭാഗത്ത് ഉടനെ തന്നെ വർക്ക് ഉണ്ടാവും. അത് എല്ലാം പാസ്സായി കഴിഞ്ഞിട്ടുള്ളതാണ്. ഉടനെ തന്നെ വർക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മഴക്കാലം, ഈ മഴ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ മാത്രമല്ല പ്രശ്നം, ഈ വാടാനപ്പള്ളി തൊട്ട് അങ്ങ് വടക്കോട്ടുള്ള മേഖലകളിൽ മിക്കവാറും റോഡ് തകർന്ന് കിടക്കുകയാണ്, നിറച്ച് കുഴികളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വാടാനപ്പള്ളിയിൽ നിന്ന് വടക്കോട്ടുള്ള ഭാഗം അവർ സ്ഥിരമായിട്ട് നോക്കുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ടാണ് ഈ ഭാഗത്ത് മൊത്തം കുഴികളുണ്ടായിരിക്കുന്നത്. സത്യം തന്നെയാണ് സംഭവം. നമ്മളിപ്പോൾ പാസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഈ ഒരു സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് പൊട്ടും. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം അങ്ങനെ തള്ളി വന്നിട്ടാണ് അവിടെയൊക്കെ റോഡുകളിലൊക്കെ കുഴിയാവുന്നത്. അവിടെയൊക്കെ റോഡിൻ്റെ നടുവിൽ കൂടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോയിരിക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ അവർ PWD വാട്ടർ അതോറിറ്റിക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, കത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവരെ റോഡ് പണി ചെയ്യുന്നതിന് മുമ്പായിട്ട് വാട്ടർ അതോറിറ്റിയുടെ വർക്കുകളെല്ലാം, മെയിൻ്റനൻസ് വർക്കുകളെല്ലാം തീർക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തീരുകയാണെങ്കിൽ നന്നായി. അല്ലെങ്കിൽ പിന്നെ ഇവർ റോഡ് നന്നാക്കി പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പൈപ്പ് പൊട്ടും, പിന്നെയും റോഡ് കുളമാവും, അവർ വന്ന് കുത്തി കുഴിക്കും, റോഡ് പിന്നെയും അതുപോലെ തന്നെ കിടക്കേണ്ടി വരും. ഇത് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു കോർഡിനേഷനും കൂടെ ഇതിൽ ആവശ്യമാണല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ അതേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇനി ഉണ്ടാക്കുന്ന റോഡുകളിലെങ്കിലും, പുതുതായിട്ട് റോഡുകൾ വരാൻ പോകുന്നുണ്ട്, തീരദേശ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകൾ വരാൻ പോകുന്നുണ്ട്. ഇനി ഉണ്ടാക്കുന്ന റോഡുകളിലെങ്കിലും ഈ റോഡിൻ്റെ നടുവിൽ കൂടെ പൈപ്പും കേബിൾ ലൈനൊക്കെ വലിക്കുന്ന പരിപാടി നിർത്തിയിട്ട് സൈഡിൽ അതിന് പ്രത്യേകം സ്ഥലം കൊടുക്കണം. അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഒരു കേബിൾ പൊട്ടിയാൽ, ഒരു കേബിൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തം റോഡ് കുഴിച്ച് കുളമാക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന റോഡുകളിലെങ്കിലും അതൊരു ഭാവി കൂടെ കണക്കിലാക്കിക്കൊണ്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതെന്തായാലും PWDയുടെ ഈ ഒരു സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം റോഡിന് എന്നാൽ ശരിയാവുന്നതെന്നറിയില്ല. എന്തായാലും ഉടനെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവർ വിളിക്കുന്നുണ്ട്, തിരിച്ച് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഇനി എന്തായാലും അപ്ഡേറ്റ് പുറകെ അറിയിക്കാം. ഇനി എന്താണ് അപ്ഡേറ്റ്, എന്താണ് റോഡ് ശരിയാവുന്നത് എന്നുള്ള കാര്യങ്ങൾ പുറകെ അറിയിക്കാം. അപ്പോൾ എന്തായാലും ശരി.